സാന്നിധ്യം ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓർത്തിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. മനോവ്യഥകൾ നീ എന്നും കണ്ടു, മനസ്സലിഞ്ഞു ദയ കാട്ടി നീ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. ഇരുളേറും പാതയിലെല്ലാം ഇതുവരെയും താങ്ങിയല്ലോ. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരുതലിൽ വഹിച്ചവനേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 24 അധ്യായത്തിൻ്റെ 55 വാക്യം, അതിന് അവളുടെ സഹോദരനും അമ്മയും ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. അബ്രഹാമിൻ്റെ ദാസനായ എലയാസാർ അങ്ങ് ഹാരാനിൽ ബെഥുവേലിൻ്റെ ഭവനത്തിൽ എത്തിയിരിക്കുകയാണ്. ബെഥുവേലിൻ്റെ ഭവനത്തിൽ അബ്രഹാമിൻ്റെ ദാസനായ എലിയാസാർ ചെന്നിട്ട് പറയുന്നതെല്ലാം അബ്രഹാമിന് ഉള്ളതായ മഹത്വവും അബ്രഹാമിനുള്ളതായ സമൃദ്ധിയും ഔന്നത്യവും അബ്രഹാമിന് വാർദ്ധക്യത്തിൽ ജനിച്ച മകനായ ഇസ്ഹാക്കിനുള്ളതായ സൗകുമാര്യവും
അനുഗ്രഹങ്ങളും എല്ലാ ഐശ്വര്യവും വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതായ ദൈവത്തിൻ്റെ കരുണയും എല്ലാം വിവരിച്ച് പറയുകയായിരുന്നു. ഇതേ അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം. 24-ാം അധ്യായം 34-ാമത്തെ വാക്യം മുതൽ ബെഥുവേലിൻ്റെ ഭവനത്തിൽ ബെഥുവേലിൻ്റെ മകനായ ലാബാനും ഇരിക്കെ ഭവനത്തിലുള്ള എല്ലാവരും കേൾക്കെ എലിയാസാർ പറയുകയാണ്, ഞാൻ അബ്രഹാമിൻ്റെ ദാസൻ, യഹോവ എൻ്റെ യജമാനെ ഏറ്റവും അനുഗ്രഹിച്ചു, അവൻ മഹാനായി തീർന്നു. അവന് ആട്, മാട്, പൊന്ന്, വെള്ളി, ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ, കഴുതകൾ എന്നിവയൊക്കെയും കൊടുത്തിരിക്കുന്നു. എൻ്റെ യജമാനൻ്റെ ഭാര്യയായ സാറ വൃദ്ധയായ ശേഷം എൻ്റെ യജമാനന് ഒരു മകനെ പ്രസവിച്ചു. അവൻ തനിക്കുള്ളതൊക്കെയും അവന് കൊടുത്തിരിക്കുന്നു. ഞാൻ പാർക്കുന്ന കനാൻ ദേശത്തിലെ കനാന്യ കന്യകമാരിൽ നിന്ന് നീ എൻ്റെ മകൻ്റെ ഭാര്യ എടുക്കാതെ എൻ്റെ പിതൃഭവനത്തിലും വംശക്കാരുടെ അടുക്കലും ചെന്ന് എൻ്റെ മകൻ്റെ ഭാര്യ എടുക്കണമെന്ന് പറഞ്ഞ് യജമാനൻ എന്നെക്കൊണ്ട് സത്യം ചെയ്യിച്ചു. ദാസനായ എലിയാസാർ ബെഥുവേലിനോടും ലാബാനോടും വിവരിച്ച് പറയുകയാണ് അബ്രഹാമിൻ്റെ മഹത്വം. അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിൻ്റെ ശ്രേഷ്ഠതയും സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം വിവരിച്ച് വർണ്ണിച്ച് കേൾപ്പിക്കുകയാണ്. ഈ ഇസ്ഹാക്കിന് വേണ്ടി ഒരു മണവാട്ടിയെ തേടിയാണ് വന്നിരിക്കുന്നതെന്നും ഇവിടെ വന്നപ്പോൾ ദൈവം തന്നെ എൻ്റെ യജമാനൻ്റെ മകനായ ഇസ്ഹാക്കിൻ്റെ ഒരു മണവാട്ടിയെ കരുതി തന്നു എന്നും കാണിച്ചു തന്നു എന്നുമെല്ലാം ദാസൻ വിവരിച്ച് പറയുകയാണ്. എല്ലാം കേട്ടു. ഇവർക്ക് മനസ്സിലായി ഇത് യഹോവയാൽ വരുന്നു. 50-ാം വാക്യത്തിൽ അങ്ങനെയാണ്, ഈ കാര്യം യഹോവയാൽ വരുന്നു, ദൈവനിശ്ചയപ്രകാരം ദൈവ നടത്തിപ്പിന് പ്രകാരം വരുന്ന ഒരു നല്ല ആലോചനയാണ് എന്ന് ബെഥുവേലിന് മനസ്സിലായി, ലാബാന് മനസ്സിലായി, വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായി. ഇത് യഹോവയാൽ വരുന്നു, ഈ കാര്യം യഹോവയാൽ വരുന്നു, ദൈവനിശ്ചയപ്രകാരം വരുന്നു. പക്ഷേ എല്ലാമായിട്ടും പിന്നെ അവർ പറയുന്ന ഒരു വാക്യം ഇതിങ്ങനെയാണ് പറയുന്നത്. ലാബാനും പറയുന്നുണ്ട്, ലാബാനോടുകൂടെ ലാബാൻ്റെ അമ്മ റിബേക്കയുടെ അമ്മയും പറയുന്നുണ്ട്, ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോടുകൂടെ പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. മാനുഷികമായ രീതിയിൽ പറഞ്ഞാൽ അങ്ങ് ദൂരെ ദേശത്തേക്ക് മോളെ പറഞ്ഞു വിടുകയല്ലേ, അതുകൊണ്ട് മോൾ കുറച്ച് ദിവസം കൂടി താമസിച്ചിട്ട് പോയാൽ മതി, കുറേ കാലം കൂടി ഞങ്ങളുടെ കൂടെ കഴിയട്ടെ, അങ്ങനെ പെട്ടെന്ന് നാട്ടിലേക്കിട്ട് വരാൻ ഒക്കുകയില്ലല്ലോ. ഭർത്തൃഗ്രഹത്തിലേക്ക് പറഞ്ഞു വിടുന്നു. 13 നാഴിക ദൂരെ പറഞ്ഞു വിടുന്നു. ഇനി എത്ര നാൾ കഴിഞ്ഞാണ് കൊച്ചിന് ഇത് കാണാൻ പറ്റുക, മോളെ ഒന്ന് കാണാൻ കിട്ടുന്നത്, അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞിട്ട് പോകട്ടെ എന്ന് പറയുന്നതിലൊരു അസാംഗത്യമില്ല. എന്നാൽ ദാസൻ ഇത്രയും ദൂരെ നിന്ന് വന്നിരിക്കുന്നു, ഒട്ടകങ്ങളെ കൊണ്ടും യാത്രക്കോപ്പുകളെ കൊണ്ടും എല്ലാം വന്നിരിക്കുന്നു, മണവാട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു, എല്ലാം അനുകൂലമായി വന്നിരിക്കുന്നു, എല്ലാം അനുകൂലമായ ദൈവ നടത്തിപ്പ് ദൈവ നിശ്ചയവുമായി തോന്നിയിരിക്കുന്നു. മനോഹരമായൊരു കാര്യം, ശ്രേഷ്ഠമായൊരു കാര്യമാണ് കൈവന്നിരിക്കുന്നത്. സ്വാഭാവികമായും അവിടെ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് പോകട്ടെ എന്ന് ചിന്ത വരാമെങ്കിൽ പോലും ആ അമ്മയും സഹോദരനും പറയേണ്ടിയിരുന്നത് ഇവൾക്ക് പോരാമല്ലോ, പോകട്ടെ, എത്രയും ശ്രേഷ്ഠമായൊരു കാര്യം വന്നപ്പോൾ അത് എത്രയും വേഗം വേണമല്ലോ എന്ന് തന്നെ അവർ ചിന്തിക്കുകയും പറയുകയും ചെയ്യേണ്ടതായിരുന്നു. കാര്യത്തിൻ്റെ ഗൗരവവും ലഭിച്ചിരിക്കുന്നതായ ആ ആലോചനയുടെ മഹാത്മ്യവും മനസ്സിലാക്കിയിരുന്നെങ്കിൽ തീർച്ചയായും ഒരു നിമിഷം പോലും വൈകാതെ പോകുവാൻ അവർ സന്തോഷത്തോടെ സമ്മതിക്കേണ്ടതായിരുന്നു. മനസ്സിലാക്കാൻ പറ്റിയില്ല. കാര്യത്തിൻ്റെ ഗൗരവം അത്ര തന്നെ മനസ്സിലാക്കിയില്ല. മനുഷ്യൻ്റെ വഴികളും വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ്. വലിയൊരു ഉന്നതമായ ശ്രേഷ്ഠമായൊരു കാര്യം സംഭവിക്കാൻ പോകുമ്പോൾ അവിടെ എത്രയും വേഗം അത് നടക്കണം, അത് വേണം എന്ന് ചിന്തിക്കുകയായിരുന്നു വേണ്ടത്. ആത്മീയമായ കാര്യങ്ങളൊന്നും ചിന്തിക്കണമെന്നില്ല. അവിടെ ചിന്തിക്കാൻ അറിയാനും വയ്യ. ബെഥുവേലിന് എന്തറിയാം ആത്മീയം, ലാബാനോ അല്ലെങ്കിൽ അവൻ്റെ അമ്മയ്ക്കോ എന്തറിയാം ആത്മീയം. ആത്മീയം പറഞ്ഞിട്ടല്ല, എത്രയോ ശ്രേഷ്ഠമായ അത്യുന്നതമായൊരു കാര്യമാണ് കൈവന്നിരിക്കുന്നത്. പരമസൗഭാഗ്യമാണ് കൈവന്നിരിക്കുന്നത്. കുടുംബത്തിലേക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടമാണ് കൈവന്നിരിക്കുന്നത്. ശുഭസ്യ ശീഘ്രം എന്ന് പറയുമല്ലോ. ശുഭകാര്യം എത്രയും ശീഘ്രമായി നടക്കട്ടെ. ശുഭസ്യ ശീഘ്രം,
ഏറ്റവും ശുഭകരമായൊരു കാര്യം, ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യം, മഹനീയമായൊരു കാര്യം, അത് എത്രയും വേഗം നടക്കട്ടെ എന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അതിന് പകരം അവർ പറയുകയാണ്, ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആത്മീയമായ വശം ചിന്തിക്കുമ്പോഴാണ് ആ വാക്കുകളുടെ പിന്നിലുള്ളതായ സാത്താന്യമായ പ്രേരണ നമുക്ക് മനസ്സിലാകുന്നത്, പൈശാചികമായ സ്വാധീനം മനസ്സിലാകുന്നത്. ഇപ്പോൾ വേണ്ട, പിന്നെ മതി, അല്പം കൂടി താമസിക്കട്ടെ, പിന്നീടാകട്ടെ, കുറച്ചുകൂടി കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് ചിന്തിക്കുന്ന മനോഭാവം മനുഷ്യ സഹജമാണ്, പക്ഷേ അത് അപകടമാണ്. ഞാനൊരു ഭാവന വായിച്ചു. ഭാവന എന്ന് പറഞ്ഞാൽ ഒട്ടും സംഭവിച്ച കാര്യമല്ല, പക്ഷേ സംഭവിക്കാൻ പാടില്ലായികയില്ലാത്തതായൊരു കാര്യം, ഒരു വലിയ അർത്ഥവത്തായൊരു കാര്യമാണത്. കർത്താവായ യേശുവിനെ സാത്താൻ പരീക്ഷിക്കാൻ വന്നല്ലോ. 3 ഭയങ്കര പരീക്ഷകൾ കർത്താവിൻ്റെ നേരെ സാത്താൻ തൊടുത്തുവിട്ടു. കൺമോഹം, ജഡമോഹം, ജീവനത്തിൻ്റെ പ്രതാപം. ഈ 3 വഴികളിൽ കൂടി കർത്താവിനെ പരീക്ഷിച്ച് തോൽപ്പിക്കാനാണ് പിശാച് ശ്രമിച്ചത്. എന്നാൽ ഈ പരീക്ഷകളിലെല്ലാം കർത്താവ് ജയിച്ചു, പിശാച് തോറ്റു. അവൻ തോറ്റ് വിഷണ്ണനായി പിശാചുക്കളുടെ ലോകത്തേക്ക് കടന്നു ചെന്നു. ഭാവനയാണ്. വളരെ വിഷാദത്തോടെ, വളരെ സങ്കടത്തോടെ അവൻ കടന്നു ചെന്നു, നിരാശയോടെ. കാരണം യേശുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല, ദൈവപുത്രനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇവൻ പിശാചുക്കളുടെ ലോകത്തെത്തിയിട്ട് അവൻ്റെ കിങ്കരന്മാരെയെല്ലാം വിളിച്ചു വരുത്തി. വലിയൊരു കോൺഫറൻസ്. അവൻ്റെ ദുരാത്മ സേനകളെല്ലാം വന്നു, സേനാ തലവന്മാരെല്ലാം വന്നു. അവരെല്ലാവരും വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഞാനൊരു വലിയ ദൗത്യം നിർവഹിക്കാൻ പോയി, ഞാൻ പരാജയപ്പെട്ടു പോയി. പക്ഷേ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ക്രിസ്തുവിനെ പരീക്ഷയിൽ തോൽപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും ഇനി ക്രിസ്തുവിനെ തോൽപ്പിക്കാനൊരു മാർഗമുണ്ട്. ക്രിസ്തുവിൻ്റെ അനുയായികളായിട്ടുള്ളവരെ, അവരെ തോൽപ്പിച്ചാൽ മതി, ക്രിസ്തു തോൽക്കും. ക്രിസ്തുവിൻ്റെ അനുയായികളെ തോൽപ്പിക്കുക. അതിന് നിങ്ങൾക്കെന്തെങ്കിലും പരിപാടി ആസൂത്രണം ചെയ്യാനുണ്ടോ? അവിടെ കൂടിയിരുന്ന സാത്താന്യ കിങ്കരന്മാർ അവർ ഓരോരുത്തരും ആലോചിച്ചിട്ട് ഓരോരുത്തരും എഴുന്നേറ്റ് നിന്നു. കോപം എന്ന വകുപ്പിൻ്റെ തലവൻ അവൻ പറഞ്ഞു, ഞാൻ മതി, അതിന് ഞാൻ എൻ്റെ സൈന്യത്തെ കൊണ്ട് പോയി ക്രിസ്തുവിൻ്റെ അനുയായികളെ, ശിഷ്യന്മാരെ ഞാൻ നശിപ്പിച്ചു കൊള്ളാം. അവർക്ക് കോപത്തിൻ്റെ ആത്മാവിനെ ഞാൻ കൊടുക്കും, കോപത്തിൻ്റെ വികാരത്തെ ഞാൻ കൊടുക്കും, ഉഗ്രമായി അവരെ കോപിപ്പിക്കും. അവരെ പരസ്പരം ശണ്ടയിടുവാനും കലഹിക്കുവാനും പരസ്പരം ഭിന്നിക്കുവാനുമായി കോപത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളത്തിലേക്ക് ഞാൻ കടത്തിവിടും. സാത്താൻ കേട്ടു. എന്നിട്ട് വേറെ ഏതെങ്കിലും മാർഗങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഈ ലൈംഗിക ആസക്തിയുടെ, വിഷയാസക്തിയുടെ, ലസ്റ്റിൻ്റെ ദുരാത്മാവിൻ്റെ തലവൻ, ദുരാത്മാക്കളുടെ തലവൻ അവൻ എഴുന്നേറ്റു. അതെനിക്ക് വളരെ എളുപ്പം സാധിക്കും, ഞാൻ ജയിച്ചു കൊള്ളാം, മനുഷ്യനെ ഞാൻ തോൽപ്പിച്ചു കൊള്ളാം, ജയിക്കാൻ പറ്റും. കാരണം മനുഷ്യൻ സ്വതേ അവൻ ബലഹീനനാണ്. ലൈംഗികമായ കാര്യങ്ങളിലേക്കുള്ള ആസക്തി ഉണ്ടാക്കി ചീത്ത വികാരങ്ങളും മലിനമായ മോഹങ്ങളും അവന് കൊടുത്ത് അവനെ കൊള്ളരുതാത്ത ബന്ധങ്ങളിലേക്ക് വലിച്ചഴച്ച് അവനെ കെട്ടിപ്പൂട്ടി ഇട്ടുകൊള്ളാം. അത് ഞാൻ മതി, മനുഷ്യനെ തോൽപ്പിക്കാം. ശരി, ഇനി വേറെ ആർക്കെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ദ്രവ്യാഗ്രഹത്തിൻ്റെ പിശാച് എഴുന്നേറ്റു. ദ്രവ്യാഗ്രഹത്തിൻ്റെ പിശാച് പറഞ്ഞു, ഇതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെ, കോപമാണെങ്കിലും വിഷയാസ്തിയാണെങ്കിലും അതിലൊക്കെ തോൽപ്പിക്കാം. പക്ഷേ എല്ലാവരെയും ഒരുപോലെ തോൽപ്പിക്കാവുന്ന ഒരു വിഷയമാണ് ദ്രവ്യാഗ്രഹം. പണത്തോടുള്ളതായ അത്യാർത്തി ഉണ്ടാക്കുക, അതിനുവേണ്ടി എന്തും ചെയ്യാൻ മനുഷ്യനെ തയ്യാറാക്കുക, പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഹീനകർമ്മം ചെയ്യാൻ മനുഷ്യനെ അതിനുവേണ്ടി അവനെ ഉദ്യോഗിപ്പിക്കുക. അക്കാര്യം ഞാൻ ഏറ്റു, മനുഷ്യനെ തോൽപ്പിക്കാം. ഓരോരുത്തർ ഇങ്ങനെ ഓരോന്ന് പറയുകയാണ്. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാത്താൻ പറഞ്ഞു, പിശാചുക്കളുടെ തലവൻ സാത്താൻ പറഞ്ഞു, കാര്യം നിങ്ങളൊക്കെ പറഞ്ഞത് നല്ല വഴികൾ തന്നെയാണ്, പക്ഷേ ഈ വഴികളിലെല്ലാം ഒരു പാകപ്പഴയുണ്ട്. ഇങ്ങനെയെല്ലാം നോക്കിയാൽ ഒരു കുഴപ്പമുണ്ട്. മനുഷ്യനറിയാം ഇതിൽ തിന്മയുണ്ടെന്ന്. കോപം അത് ദോഷമാണ്, അത് പിശാച് വരുത്തുന്നതാണെന്ന് പെട്ടെന്ന് മനുഷ്യൻ മനസ്സിലാകും. ഇത്
അല്ലെങ്കിൽ വിഷയാസക്തി, അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹം, അല്ലെങ്കിൽ അഹങ്കാരം, ഇങ്ങനെയുള്ളതായ ഏത് നിങ്ങളീ പറയുന്നതൊക്കെ അതെല്ലാറ്റിലും ഇതിൽ സാത്താൻ്റെ ഒരു കെണിയുണ്ട് എന്ന് മനുഷ്യന് മനസ്സിലാകും. മനുഷ്യൻ ബുദ്ധിമാനാണ്. അതുകൊണ്ട് അവർ അതിൽ നിന്ന് ഒഴിവായി നിൽക്കാൻ ശ്രമിക്കും. എന്നാൽ എന്തെങ്കിലും വേറെ ഏതെങ്കിലും ഒരു പരിപാടി തയ്യാറാക്കാനുണ്ടോ നിങ്ങൾക്ക്? മനുഷ്യന് തോന്നരുത്, മനസ്സിലാകരുത്, കെണിയുണ്ടെന്ന് മനസ്സിലാകരുത്. അങ്ങനെ എന്തെങ്കിലും മനുഷ്യനെ തോൽപ്പിക്കാനുള്ള എന്തെങ്കിലും വിദ്യ നിങ്ങൾക്ക് പറയാനുണ്ടോ? അപ്പോൾ ഒരു സാത്താന്യ സേവകൻ എഴുന്നേറ്റ് നിന്നും പറഞ്ഞു, എനിക്ക് സാധിക്കും. ഞാൻ മനുഷ്യരുടെ അടുക്കൽ ചെന്ന് നിങ്ങളെല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് പറയും. നിങ്ങളെല്ലാവരും സ്വാർത്ഥത കൈവിടിയണം, നിങ്ങൾ ദ്രവ്യാഗ്രഹത്തിൽ പോകരുത്, നിങ്ങളുടെ സ്വഭാവം മാറണം, നിങ്ങൾ കോപിക്കരുത്, നിങ്ങൾ വിഷയാസക്തിയിൽ മുഴുകി പോകരുത്, നിങ്ങൾ ലൗകിക സുഖഭോഗങ്ങളുടെ പിന്നാലെ പായരുത്. ഞാനതെല്ലാം അവരോട് ഉപദേശിക്കും. ഈ ദൈവം പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അങ്ങനെ തന്നെ നിങ്ങൾ ജീവിക്കണം എന്നെല്ലാം ഞാൻ ഉപദേശിക്കും. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത്, പിശാചുക്കളുടെ എല്ലാവരുടെയും മുഖത്ത് ഒരു പുച്ഛം. ഇവരിങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഈ മനുഷ്യനെ തോൽപ്പിക്കാൻ പറ്റും? പക്ഷേ സാത്താൻ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞാനൊരു കാര്യം പറയും. എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മാനസാന്തരപ്പെടണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച ശേഷം അവസാനം ഞാൻ പറയും, എന്നാലും വേണ്ട, ധൃതി പിടിക്കണ്ട, അല്പം കഴിഞ്ഞോട്ടെ, നാളെ മതി എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കും. നാളെ മതി എന്ന് പറഞ്ഞു കൊടുക്കും. ഉടനെ സാത്താൻ കൈയടിച്ചു. ഭേഷ്, നീയാണ് ശരിയായി പറഞ്ഞത്, നീ യോഗ്യനാണ്, നീ മിടുക്കനാണ്, നീ പൊയ്ക്കോ, മനുഷ്യനെ തോൽപ്പിക്കാൻ നീ പൊയ്ക്കോ, മനുഷ്യനെ നശിപ്പിക്കാൻ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു വിട്ടു എന്ന്. ഇതൊരു ഭാവനയാണ്. പക്ഷേ ഈ ഭാവനയുടെ അർത്ഥം നമുക്ക് എളുപ്പം മനസ്സിലാകും ഇല്ലേ? നമുക്ക് മനസ്സിലായില്ലേ? എന്താണത്? പിന്നെ മതി, ഇന്ന് വേണ്ട, ധൃതി പിടിച്ച് വേണ്ട, പെട്ടെന്ന് വേണ്ട, തിടുക്കത്തിൽ വേണ്ട. ഒക്കെ പറഞ്ഞതൊക്കെ ശരിയാണ്. മാനസാന്തരപ്പെടേണ്ടതാണ്, പാവം വിട്ട് ജീവിക്കേണ്ടതാണ്, കോപം മാറേണ്ടതാണ്, കൊള്ളരുതായ്മകളും അഴുക്കുകളും മാറേണ്ടതാണ്. ശരിയാണ്, ജീവിതത്തിൽ കുറേയൊക്കെ മാറ്റം വരുത്തേണ്ടതാണ്. പക്ഷേ വേണ്ട, അല്പം കൂടി കഴിഞ്ഞോട്ടെ. വളരെ ബന്ധപ്പെടേണ്ട, വളരെ തിടുക്കത്തിൽ വേണ്ട, വളരെ വേഗത്തിൽ വേണ്ട. ഇവിടെ റിബേക്കയുടെ അമ്മയും സഹോദരനും പറയുന്നത് അതുതന്നെയാണ്. എന്താണ് പറയുന്നത്? ബാല ഒരു 10 ദിവസമെങ്കിലും ഞങ്ങളോട് പാർത്തിട്ട് പിന്നെ പോരട്ടെ എന്ന് പറഞ്ഞു. ഒരു 10 ദിവസമെങ്കിലും താമസിച്ചിട്ട്, തിടുക്കത്തിൽ കൊണ്ടുപോകല്ലേ, കുറച്ച് ദിവസം കൊണ്ട് താമസിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുമ്പോൾ നമുക്കെവിടെയെങ്കിലുമൊക്കെ ചിന്തിക്കാനുണ്ടോ? നമുക്കെവിടെയെങ്കിലുമൊക്കെ തിരുത്താനുണ്ടോ? നാളുകളായി വചനം കേൾക്കുന്നവരാണ് നിങ്ങൾ അനേകം പേര്. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. ദൈവത്തിൻ്റെ വചനം നിരന്തരം നമ്മോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം എങ്ങനെ ജീവിച്ചാലാണ് ദൈവം പ്രസാദിക്കുന്നതെന്ന്. നമുക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഭക്തി ജീവിതം നയിക്കേണ്ടതെന്ന്, എങ്ങനെ ജീവിച്ചാലാണ് സ്വർഗരാജ്യത്തിൽ എത്തുക എന്ന് നല്ലതുപോലെ മനസ്സിലായിട്ടുണ്ട്. തിന്മ എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. പാവം വിട്ടൊഴിഞ്ഞ് ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ തിരുവചനത്തിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും എന്തായെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എന്തായെന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഉള്ളത്തിൽ തൊടുമ്പോൾ ലഭിക്കുന്ന മാധുര്യവും സൗകുമാര്യവും സന്തോഷവും സൗഖ്യവും എന്തായെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞവരാണ് നമ്മിൽ പലരും. ഞാൻ ചോദിക്കട്ടെ, നാം തിടുക്കത്തിൽ ക്രിസ്തുവിന് വേണ്ടി നമ്മെ തന്നെ കൊടുക്കാൻ തയ്യാറായോ? ഒട്ടും വൈകാതെ യേശു മണവാളിന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ നാം തയ്യാറായോ? അല്പം പോലും താമസിക്കാതെ, എൻ്റെ കർത്താവേ, ഇനി വൈകാൻ നേരമില്ല, ഇനി താമസിക്കാൻ വയ്യ, ഇനി വൈകുന്നത് അപകടമായിരിക്കും, ഇനി ഞാൻ വൈകിയാൽ അബദ്ധമായി പോകും, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എൻ്റെ കർത്താവേ, ഞാൻ ഒട്ടും താമസിക്കുന്നില്ല, ഇതാ ഞാൻ തിടുക്കത്തിൽ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. നാളേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയില്ല. കാരണം നാളെ എന്നുള്ളത് എൻ്റെ കയ്യിലില്ലല്ലോ. നാളെ ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമെന്ന് ആർക്കറിയാം? നാളെ എനിക്കൊന്ന് സമർപ്പിക്കാൻ സാധിക്കുമെന്നെന്ത് ഉറപ്പുണ്ട്? നാളെ എനിക്ക് മാനസാന്തരം കിട്ടുമെന്നെന്താണ് ഉറപ്പ്? നാളെ പരിശുദ്ധാത്മാവിനോട് വാദിക്കുമെന്നതാണ് ഉറപ്പ്? നാളെ കൃപയുടെ പെട്ടകം തുറന്നിരിക്കുമെന്നെന്താണ് ഉറപ്പ്? നാളെ രക്ഷയുടെ പെട്ടകത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്നതാണ് ഉറപ്പ്? നമുക്കറിഞ്ഞുകൂടാ. ഈ പെട്ടകത്തിൻ്റെ വാതിൽ അടയുന്നത് എപ്പോഴെന്ന് നാം അറിയുന്നില്ല. ഇന്ന് തുറന്നിരിക്കുകയാണ്. ഇന്ന് കൃപയുടെ വാതിൽ തുറന്ന് കിടക്കുന്നു. ഏതൊരു പാപിക്കും അകത്ത് വരാം. ശരി, എന്നും കേൾക്കുന്ന വാക്കല്ലേ ഇത്? എന്നും ഇത് തന്നെ നാം കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഇതേ വചനം തന്നെ കേട്ടു. നാം നിരന്തരം കേൾക്കുന്നു, എന്നും ഇത് തന്നെ കേൾക്കുന്നു. സ്നേഹിതരെ, നിങ്ങൾ ഗൗരവമായി ചിന്തിക്കൂ.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷേ നിങ്ങളുടെ കാലിടറുന്നതിന് മുൻപ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. കാലുകൾ ഇടറിപ്പോകും സമയം വരാൻ പോകുന്നു. നിങ്ങൾക്ക് വിളിപ്പാൻ സാധിക്കാത്ത നാളുകൾ വരാൻ പോകുന്നു. നിലവിളിച്ചാലും ഫലപ്പെടാത്തതായ നാളുകൾ വരുന്നു. പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചിട്ട് കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും മാനസാന്തരപ്പെടുവാൻ ഇട കണ്ടില്ല എന്ന് യേശാവിനെക്കുറിച്ച് നാം വായിക്കുന്നു. പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു, കണ്ണുനീരോട് അപേക്ഷിച്ചു, തള്ളപ്പെട്ടു, മാനസാന്തരത്തിന് ഇട കണ്ടില്ല. എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, യേശാവ് അവൻ അനുഗ്രഹം വേണമെന്നുണ്ട്, അനുഗ്രഹം പ്രാപിക്കാൻ അവൻ കരഞ്ഞു. അപ്പാ ഇനി ഒരനുഗ്രഹവും ഇല്ലയോ അപ്പാ എന്ന് ചോദിച്ചു. അപ്പാ എന്നെയും കൂടി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞു. അപ്പാ എന്നെ മറികടന്നു പോകല്ലേ എന്ന് അവൻ ആഗ്രഹിച്ചു. യേശാവ് അപ്പൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞതായി ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വേദനാകരമായ രംഗം നാം കാണുന്നുണ്ട്. അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി കൊതിക്കുകയാണ്. സമയം കഴിഞ്ഞിട്ടാണ് നിലവിളിക്കുന്നത്. സമയം മാറ്റപ്പെട്ടു പോയി. അല്പം കൂടി പിന്നെയാകട്ടെ സാരമില്ല. അവൻ ഗവനിച്ചില്ല. അവന് വിലപ്പെട്ടതിനെ ഗവനിക്കുവാൻ കഴിഞ്ഞില്ല. വായിക്കാം എബ്രായ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം മുതൽ. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറരുത്. വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി, ആരുടെയും ഹൃദയത്തിൽ വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കാൻ ഇടവരരുത്. അനേകർ അതിനാൽ മലിനപ്പെടുകയും, കയ്പുള്ള വേര് മുളച്ച് കലക്കം ഉണ്ടാക്കിയിട്ട് തന്മൂലം അനേകർ മലിനപ്പെടാൻ ഇടവരരുത്. ആരും ദുർനടപ്പുകാരനായി പോകരുത്. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളുവിൻ. പായസത്തിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആരും അഭക്തനായി തീരരുത്. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. യേശാവ് പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. കണ്ണുനീരോടുകൂടി അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. ജ്യേഷ്ഠാവകാശം തൽക്കാലം ഇല്ലെങ്കിൽ സാരമില്ല. ഇപ്പോൾ പെട്ടെന്നുള്ള ആവശ്യം വയറിൽ നല്ല മധുരമായ പായസം കിട്ടുക എന്നുള്ളതല്ലേ. ഈ അരവയർ പായസം, അത് മധുരിപ്പിക്കുന്ന പായസം, ചുവന്ന് നല്ല തിളക്കത്തോടി പാത്രത്തിൽ ശോഭിക്കുന്ന പായസം, അതല്ലേ ഇപ്പോൾ വേണ്ടത്. ജ്യേഷ്ഠാവകാശം കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന്? ജ്യേഷ്ഠാവകാശം അലക്ഷ്യമാക്കി കളഞ്ഞു. പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ചു. കണ്ണുനീരോട് അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ടു. മാനസാന്തരത്തിനിട കണ്ടില്ല. സഹോദരങ്ങളെ, പിന്നത്തേതിൽ നമുക്ക് അനുഭവിക്കാൻ തോന്നിയെന്ന് വന്നേക്കാം. എന്തുറപ്പുണ്ട് അനുഗ്രഹം ലഭിക്കുമെന്ന്? എന്തുറപ്പുണ്ട് വാതിൽ തുറന്ന് കിട്ടുമെന്ന്? വളരെ ഭയത്തോടെ ശ്രദ്ധിക്കേണ്ടതാണ്. സമയം നീട്ടിവെക്കരുത്. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം. ഇപ്പോൾ തന്നെ രക്ഷാദിവസം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, ആദ്യം തന്നെ പറയും, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോൾ തന്നെ സുപ്രസാദകാലം. ദൈവത്തിൻ്റെ പ്രസാദകാലമാണ്, ദൈവത്തിൻ്റെ രക്ഷാദിവസമാണ്. ഈ സമയം കളയരുത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയും, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. ഒരു നിമിഷം പോലും വൈകരുത്. രക്ഷ സമീപസ്ഥമായിരിക്കുന്നു. രക്ഷ അടുത്തിരിക്കുന്നു. രക്ഷകൻ അടുത്ത് വന്നിരിക്കുന്നു. സ്നേഹിതരെ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹൃദയം സമർപ്പിക്കാം. 10 ദിവസം കൂടി താമസിക്കട്ടെ എന്ന് പറഞ്ഞ് താമസിപ്പിക്കരുത്. ക്രിസ്തു എന്ന് ജീവനായകത്തിന് വേണ്ടി ജീവിതം അർപ്പണം ചെയ്യുവാൻ ഇനിയും നിങ്ങൾ വൈകരുത്. യേശുക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇനിയും താമസിക്കരുത്. കർത്താവായ യേശുവിന് വേണ്ടി നിങ്ങളുടെ ആളത്വം മുഴുവൻ വിട്ടുകൊടുക്കുവാൻ ഇനിയും താമസിക്കരുത്. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി തന്നെ ബലിയായി അർപ്പിച്ചവൻ, നിങ്ങൾക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തി ക്രൂസിൽ മരിച്ചവൻ, പാപിയായ മനുഷ്യനെ വിടുവിച്ച് സ്വർഗത്തിലാക്കുവാൻ വേണ്ടി സ്വർഗസീമകൾ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ത്യാഗമരണം വരിച്ചവൻ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ കെഞ്ചിക്കൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് അവൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. ഇന്ന് സ്നേഹത്തോടെ അവൻ നിങ്ങൾ ക്ഷണിക്കുന്നു. മക്കളെ, അകത്ത് വരുവീനെന്ന് പറഞ്ഞ് വിളിക്കുന്നു. തരുവീനെൻ്റെ കൈകളിലേക്ക് തരുവീനെന്ന് പറയുന്നു. ഞാൻ നിന്നെ ബലമായി പിടിച്ചുകൊള്ളാമെന്ന് പറയുന്നു. നിൻ്റെ ഭാവി ഞാൻ ശോഭനമാക്കാമെന്ന് പറയുന്നു. നിനക്ക് സന്തോഷകാലങ്ങൾ തരാമെന്ന് പറയുന്നു.
ആനന്ദത്തിൻ്റെ ഐശ്വര്യകാലങ്ങൾ നിനക്ക് തരാമെന്ന് പറയുന്നു. സമാധാനം നിനക്ക് തരാമെന്ന് പറയുന്നു. നിൻ്റെ അശുദ്ധി മാറ്റിത്തരാമെന്ന് പറയുന്നു. നിൻ്റെ കോപം മാറ്റിത്തരാമെന്ന് പറയുന്നു. നിന്നെ ഞാൻ പൂർണ്ണമായി രൂപാന്തരപ്പെടുത്താമെന്ന് പറയുന്നു. നിനക്ക് ശോഭനകാലങ്ങൾ തരാമെന്ന് പറയുന്നു. അനുഗ്രഹീതമായ കാലങ്ങൾ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാലങ്ങൾ നമുക്ക് ലഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. മരണം വരുന്നതിന് മുൻപ്, വാതിൽ അടയുന്നതിന് മുൻപ്, കരുണക്കടൽ നമ്മുടെ തുറന്നിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ ഈ അനുഗ്രഹ സമൃദ്ധിയുടെ കടലിലേക്ക് എടുത്തിയാടുവീൻ. കരുണയുടെ കടലാണ് നമ്മുടെ മുന്നിൽ ഇരമ്പിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ വാത്സല്യ കടലാണ് നിങ്ങളുടെ മുമ്പിൽ ഇതാ ദൈവത്തിൻ്റെ സ്നേഹമായി നിങ്ങളുടെ മുന്നിൽ വന്ന് നിരന്നു നിൽക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കടലിലേക്ക് എടുത്തിയാടുവീൻ. സ്നേഹത്തിൻ്റെ കടല്, അനുഗ്രഹത്തിൻ്റെ വാരിധി, ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ ഈ സാഗരത്തിലേക്ക് നിങ്ങൾ ചാടുവീൻ. കർത്താവേ, ഞാനിതാ വരുന്നു. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്ത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ, എപ്പോഴെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, നീ എൻ്റെ അരികത്ത് വന്നിരിക്കുന്ന ഈ സമയം തന്നെ ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സമർപ്പിക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ, ഹൃദയം കർത്താവിന് കൊടുക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവൻ്റെ അരുളപ്പാടുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ ശബ്ദത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപയുടെ വാതിൽ തുറന്നിരിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് വേണ്ടി മലർക്കെ തുറന്നിട്ടുകൊണ്ട് ഞങ്ങൾ ക്ഷണിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഏത് ഭാവിയെയും സ്നേഹിക്കുന്ന, ഏത് ഭാവിയെയും വിളിക്കുന്ന സ്നേഹത്തിൻ്റെ ശബ്ദത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥാ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. വചനം കേട്ട എല്ലാവരുടെ മേലും കരം വെക്കണമേ. അനുഗ്രഹത്തോടെ സമാധാനത്തോടെ മടങ്ങി പോകാൻ ഇടയാക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.